ഹായ്, വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കപ്പലണ്ടി മിഠായി. നമ്മൾ കടകളിൽ നിന്നെല്ലാം വാങ്ങിക്കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ കപ്പലണ്ടി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ? അതിനാദ്യമായിട്ട് നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അളവിൽ ശർക്കരയാണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. വെള്ളം നമ്മൾ കൂടുതൽ ചേർക്കേണ്ട. വെള്ളം കൂടുതൽ ചേർത്താലും നമ്മളത് വറ്റിച്ച് കളയേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ശർക്കരപ്പാനി ഞാൻ അതേ പാനിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു നൂൽ പരുവമാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിമൊക്കെ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഒരു നൂൽ പരുവം ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പാനിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഹാർഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പച്ചക്കപ്പലണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് വറുത്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. 1.5 കപ്പ് അളവിലാണ് നമ്മളിവിടെ കപ്പലണ്ടി എടുത്തിട്ടുള്ളത്. ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മളത് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ആക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇടരുത്. കപ്പലണ്ടി ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇടാനായിട്ട്. ഇത് നന്നായിട്ട് നമുക്ക് ശർക്കരപ്പാനിയിലിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ശർക്കരപ്പാനി കുറവുള്ളതുപോലെ നമുക്ക് ഫീലാവും. പക്ഷേ അല്ല, നമ്മുടെ കറക്റ്റ് അളവിന് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഈ സമയത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുറച്ച് തന്നെ ഇട്ടാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മുടെ ഈ ബാറ്റർ കട്ടിയായിട്ട് മാറും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര ഈ കപ്പലണ്ടിയിൽ മൊത്തം ആകുന്നത് വരെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഞാനിത് ഷേപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു സിൽവറിൻ്റെ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കിത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ആക്കിയെടുക്കണം. ായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ പ്രസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിന് മുമ്പേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്